السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വർഷം തോറും നടത്തി വരാനുള്ള സ്പെറൻസ എന്ന വേളയിലാണ്. എനിക്കിവിടെ കിട്ടിയ വിഷയം എന്ന് വെച്ചാൽ ഗസയിലെ പട്ടിണി ദുരന്തം. ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഗസ എന്ന പട്ടണത്തിൽ ഇന്ന് നടക്കുന്ന ഒരു സ്വാഭാവിക ദുരന്തമല്ല, മറിച്ച് അതൊരു മനുഷ്യനിവാരണ ദുരന്തമാണ്. ഭക്ഷണവും കുടിവെള്ളവും മരുന്നും അവർക്ക് എത്തുന്നതിൽ തടഞ്ഞു വെക്കുന്നു. എന്തിനും അവരിൽ നിന്നും ഒഴിഞ്ഞു പോകാനും മറ്റു കാരണത്തിനു വേണ്ടിയായിരുന്നു. അവരെ വിശപ്പ് കൊണ്ട് അവർക്ക് ഭക്ഷണവും മരുന്നും കൊടുക്കാതെ അവരെ വിശപ്പിന്റെ വഴിയിലേക്ക് തള്ളിവിടുന്ന ഒരു സമൂഹമാണ്. മനുഷ്യാവകാശ ലംഘനവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ വെല്ലുവിളിയും കൂടിയാണ്. ലോകാരോഗ്യ സംഘടനയും ഐക്യരാഷ്ട്രസഭയും മറ്റു മനുഷ്യാവകാശ സംഘടനകളും വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗസയിൽ ഇന്ന് സ്ത്രീകളും കുട്ടികളും വിശന്നു മരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊരു യുദ്ധമല്ല, മറിച്ച് മനുഷ്യ ശാരീരത്തിലുള്ള കുറ്റകൃത്യം എന്ന് തന്നെ വിളിക്കുന്നു. നാം എല്ലാവരും ഇവിടെ 3 നേരം അല്ലെങ്കിൽ 5 നേരം ഇവിടെ ഭക്ഷണം കഴിക്കുന്നു. അതിന്റെ വില നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു നേരമെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് ഭക്ഷണം കിട്ടാതെ വരുമ്പോഴാണ് മനസ്സിലാവുന്നത്. എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആ ഗസയിലുള്ള ആ ആളുകൾ ഭക്ഷണവും മരുന്നും കുടിവെള്ളവും പോലും ഇല്ലാതെ അവരവിടെ മരിച്ചു വീഴുകയാണ്. രാവും പകലും ഇല്ലാതെ അവർ ഉറക്കവും ഊണും ഇല്ലാതെ അവർ ഇങ്ങനെ അവിടെ കഴിച്ചുകൂടിയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം എല്ലാവർക്കും ഈ സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാവാത്തത്. നമുക്ക് ഏതിന്റെയും എന്തിന്റെയും വില മനസ്സിലാവണമെങ്കിൽ അത് നമ്മളിൽ നിന്ന് തന്നെ നഷ്ടപ്പെടണം, എന്നെങ്കിലേ അതിന്റെ വില നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുപോലെ തന്നെയാണ് ഇസ്രായേൽ ഭരണകൂടം വലിയൊരു പങ്കുണ്ടെന്ന് ലോകം മുഴുവനും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവർ സഹായം തടഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി ഭക്ഷണത്തെ പോലും ആയുധമാക്കി. പല ആയുധങ്ങളുമുണ്ട്, അതിലുൾപ്പെട്ട ഒരു ആയുധമാക്കി അവർ ഭക്ഷണത്തെ കൂടി കണ്ടു. കാരണം ഭക്ഷണമില്ലാതെ അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റുകയില്ല. അവരെ ഭക്ഷണം തടഞ്ഞുകൊണ്ട് അവരെ വിശപ്പിന്റെ വഴിയിലേക്ക് തള്ളിവിടുകയാണ് അവിടെയുള്ള ആളുകൾ. അതുപോലെ തന്നെ ഒന്നടക്കം മുന്നോട്ട് വന്നില്ല. ചിലർ രാഷ്ട്രീയ നിലപാടുകൾക്ക് വേണ്ടി കണ്ണടച്ച് സാങ്കേതിക സഹായം നൽകി. എന്നാൽ ദുരന്തത്തെ അവസാനിപ്പിക്കാൻ തീർച്ചയായും നടപ്പാക്കണമെന്നും സ്വീകരിച്ചു. അതുകൊണ്ട് ഇന്ന് പറയേണ്ടത് ഗസയിലെ പട്ടിണിയുടെ ഉത്തരവാദികൾ ഒരേ ഒരു രാജ്യം മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളും കൂടിയാണ്. നീതിയും കരുണയും മറന്ന് മൗനം പാലിച്ച രാഷ്ട്രങ്ങളും ജനങ്ങളുടെ നിലവുകളിൽ കേട്ടിട്ടും പ്രതികരിക്കാത്ത ശക്തികളും ഇവർ എല്ലാവരും ഈ ദുരന്തത്തിന്റെ കുറ്റകൃതികളാണ്. സഹോദരങ്ങളെ, മനുഷ്യജീവിതം രാഷ്ട്രത്തെക്കാൾ വിലപ്പെട്ടതാണ്. കുട്ടികളുടെ വയറുവേദന, അമ്മമാരുടെ കണ്ണുനീർ, വിശപ്പിന്റെ അലറുകൾ, ഇതൊന്നും ലോകത്തിന് സഹിക്കാനാവാത്ത അപമാനമാണ്. തീർച്ചയായും ഇത് സഹിക്കാൻ പറ്റാത്ത ഒരു അപമാനത്തിൽ കൂടി തന്നെയാണ് ലോകത്തിന്. കാരണം അവിടെയുള്ള ആളുകളെ അവർ വെടിയുണ്ടകൾ കൊണ്ട് ആക്രമിക്കുകയും അതുപോലെ തന്നെ മറ്റു വഴികൾ കൂടി ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതിൽപ്പെട്ടതാണ് അവർക്ക് ഭക്ഷണം നൽകാതെ മരുന്നുകളും വെള്ളങ്ങളും എത്തുന്നതിനെ തടഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് എങ്ങനെങ്കിലും മരിച്ചു പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഗസയിലെ പട്ടിണി അവസാനിക്കണം. സഹായം തടയുന്നവർ കുറ്റകരമാണ്. മൗനം പാലിക്കുന്ന ലോകരാഷ്ട്രങ്ങളും ഉത്തരവാദികളാണ്. മനുഷ്യരെ രക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിനും മനുഷ്യാവകാശത്തിനും എന്ത് അർത്ഥമുണ്ട് ഈ ലോകത്ത്? നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ ശബ്ദം ഉയർത്തണം. ഗസക്ക് നീതി വേണം, ജീവിക്കാൻ അവകാശം വേണം. ഈ ലോകത്ത് ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലൈഹി.